ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മുട്ടപ്പള്ളിയിലുള്ള വൈൽഡ് മിസ്റ്റ് എന്ന് പറയുന്ന ഹോം സ്റ്റേയിലാണ്. ഇവിടെ കണ്ടോ ഒരാൾ ചേതക സ്കൂട്ടറായിട്ട് നിൽക്കുന്നത്. ഈ ചേതക സ്കൂട്ടർ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ കാണാനേ ഇല്ലാത്തൊരു സാധനമാണത്. ഇവിടെ കൂടുതലും പഴയ സാധനങ്ങളുടെ കലവറയാണ് കേട്ടോ. എല്ലാം കുറേ പഴയ സാധനങ്ങൾ വെച്ചിട്ടാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. കൂടുതലും അമ്മിക്കല്ലല്ലേ? അതെ, അമ്മിക്കല്ലിൻ്റെ ഇഷ്ടം പോലെ പല ടൈപ്പിലുള്ള സാധനങ്ങളുണ്ട്. അണ്ണാ ഇത് നോക്ക്, ഈ ഗാറ്റി കണ്ടോ? അതെ അതെ, സൈക്കിളൊക്കെ വെച്ച് ചെയ്തേക്കുന്നില്ലേ? ആ ടയർ വരെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചൊക്കെ ഇനി വന്നപ്പോഴത്തേക്കും നമ്മുടെ നൗഷാദ് സാറ് വന്നിട്ടുണ്ട്. ഹായ് സാർ, ഗുഡ് മോർണിംഗ്. സാറേ, എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇവിടുത്തെ റേറ്റും താരിഫും ഒന്ന് തന്നെ, പിന്നെ ഇതിന്റെ കൺസ്ട്രക്ഷനും എത്ര റൂമുണ്ടോ നല്ല ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് അറിയാം. നമ്മുടെ മൺവീടിനെ പറ്റി നമുക്ക് പറയാം. ഞാനിങ്ങനെ ചെലവ് കുറഞ്ഞതും ഈ ചൂടിനെ പ്രതിരോധിക്കുന്ന ഒരു സിസ്റ്റത്തെ പറ്റി എൻ്റെ ഒരു ഫ്രണ്ട് പക്ഷേ നിർമ്മിതിയിലായിരുന്നു, പുള്ളിയോട് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു മൺവീടിനെ പറ്റി ഒരു കാര്യം പറഞ്ഞു, മൺവീട് ചെയ്യുക, അതാകുമ്പോൾ ചിലവ് കുറഞ്ഞതാണ്, പിന്നെ ഈ ചൂട് കാലാവസ്ഥയിലെ ആൾക്കാർക്ക് പ്രതിരോധിക്കാൻ പറ്റിയ ഒരു കൂളിംഗ് സിസ്റ്റം അതിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർമ്മിതി കേന്ദ്രത്തിലെ കുറച്ച് പണിക്കാർ വന്ന് ഇവിടെയുള്ള മണ്ണ് തന്നെ കളക്ട് ചെയ്തിട്ട് അത് ഒരാഴ്ചയോളം പ്രോസസ്സ് ചെയ്ത് ഇട്ടിട്ടാണ് പെട്ടി കൂട്ടി പിടിച്ച് ഭിത്തിക്ക് പോരാ, അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ടോപ്പ് എന്ന് പറയുന്നത് പഴയ ഓട് കളക്ട് ചെയ്തിട്ട് ഓടും പഴയ കട്ടളയും കതവും ഒക്കെയാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു നിർമ്മിതിയാണ് ഈ സംഭവം. നമുക്കത് ജസ്റ്റ് കാണാം. സാറ് പറഞ്ഞത് ശരിയാണോ എന്ന് നമുക്ക് നോക്കണം അല്ലേ? അതെ 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 അതെ. ബിജുവിന് ഇത് കണ്ടിട്ട് എന്തായിട്ട് തോന്നുന്നുണ്ട്? ഇതിപ്പോ കണ്ടു കഴിഞ്ഞാല് പെയിന്റ് അടിച്ചേക്കും പോലെ ഇരിക്കുന്നു. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാല് വെട്ടുകല്ല്, നമ്മുടെ പഴയ കാലത്തെ വെട്ടുകല്ലിന്റെ ഒരു കട്ടിങ് ആണ്. റൂമില്ല. ഇത് നമ്മളത് നിലനിർത്തിക്കൊണ്ട് ഇത് പേസ്റ്റ് മണ്ണുകൊണ്ട് തന്നെ പേസ്റ്റ് ചെയ്തു, മണ്ണ് തന്നെ പെയിന്റ് ആക്കി, മണ്ണ് പ്രോസസ് ചെയ്തിട്ട് പെയിന്റ് എടുത്ത് അത് ബ്രഷ് ചെയ്തു. ഇത് നല്ല പവറാണ്, ഭയങ്കര പവറാണ്. പണ്ട് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഒക്കെ ഒരു പ്രോസസ് ഇല്ലേ, സുർക്കി മിശ്രിതം എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന പ്രോസസ്സ് കവർ ചെയ്തിട്ട് പിന്നെ ഫുൾ ഇത് ചെയ്തേക്കാണ്. ഇതിന്റെ അകത്ത് റൂമോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. പക്ഷെ ഞങ്ങൾ വേറൊരു കാര്യം ചെയ്തു, അകത്തോട്ട് ഞാൻ കാണിക്കാം. അതായത് ഈ വെട്ടുകല്ലിന്റെ മണ്ണ് എടുത്തു മാറ്റിയിട്ട് ഇവിടെ ഒരു ഇതുണ്ടോ ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇത് പ്രോസസ്സ് മണ്ണ് എടുത്തു മാറ്റിയതാണ്. ഇത്ര ഏരിയ അത് നമ്മുടെ ഓഫീസ് റൂം പോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. ഇതുണ്ട് ഈ കട്ടിങ് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ? വെട്ടുകല്ലിന്റെ ഇതായതുകൊണ്ട് ഈ സംഭവം ഇവിടെ സെറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ചെറിയ ഓഫീസ് റൂം പോലെ ഇത് കിട്ടി. പക്ഷെ നല്ല കൂളിംഗ് ഇല്ല ഇതിനകത്ത് കയറി. ഒറിജിനൽ കാളവണ്ടി കേട്ടോ, പണ്ടത്തെ ഒറിജിനൽ കാളവണ്ടി പാലക്കാട് നിന്ന് കൊണ്ടുവന്നതാണ്. ഫുള്ള് ബാമ്പൂല് ചെയ്തേക്കുന്നതാണ്, മുള കൊണ്ടുള്ള സംഭവമാണ്. ഇതിപ്പോ ഒരു കുറെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ കയറി റെസ്റ്റ് ചെയ്യാനായിട്ട് റെസ്റ്റിംഗ് പ്ലേസ് പോലെ. അത് മാത്രമല്ല ഇവിടെ ഒരു മുറുക്കാങ്കട സെറ്റപ്പും കൂടെ ചെയ്തിട്ടുണ്ട്. അതെ 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 അതെ. സോഡ കുപ്പി ഒക്കെ വെച്ചിട്ടുണ്ട്. സോഡ കുപ്പി വെച്ചിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ പെട്ടി, പലഹാര ബീഡിപ്പെട്ടി. കറക്റ്റ്. ഇതിനകത്ത് ഒരു 10-25 പേരൊക്കെ വന്നാല് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ രണ്ടൊന്ന് പാടി ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ കണ്ടോ, നല്ല വിശാലമായ സൗകര്യങ്ങളുണ്ട്. ഇങ്ങനെ കയറി ഇങ്ങനെ ഇതായിട്ടിരിക്കാനുള്ള. അപ്പൊ നമ്മളിപ്പം ഫസ്റ്റ് ഫ്ലോറിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ കയറി വരുമ്പോൾ തന്നെ ഇതാണ്ട ഒരു മരത്തില് ഒരു വയലിൻ കൊത്തി വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ ഈ മൺവീട്ടിലെ ഡോർമെറ്ററി സിസ്റ്റം ആണ്. ഇത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് കയറാൻ വേണ്ടി നമ്മൾ തടിയുടെ തന്നെയാണ് സ്റ്റെപ്പ് ഉപയോഗിച്ചത്. ഇത് മറിഞ്ഞൊന്നും വീഴില്ലല്ലോ? ഇല്ല, സ്ട്രോങ് അല്ല. ഇതാണ്. അപ്പൊ നമുക്ക് ഇതിനകത്തെ കാഴ്ചകൾ കാണാം. നമ്മൾ സാധാരണ ആൾക്കാരെ ഡോർമെറ്ററി ചെയ്യാന്ന് പറഞ്ഞാൽ തട്ട് ബെഡാ ഇടുന്നേ. നമ്മൾ ഇത് ചെയ്തേക്കുന്നത് 4 കള്ളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഒരു കള്ളിയില് 3 പേർക്ക് ഉപയോഗിക്കാം. ലാവിഷാണ് 2 പേർക്കാണെങ്കിലും കിടന്നാലും 8 പേർക്ക് ഈ റൂം യൂസ് ചെയ്യാം. ബാത്റൂമും ഉണ്ട് അല്ലേ? അറ്റാച്ച് ബാത്റൂമാണ്. സീലിംഗ് അടിച്ചിട്ടുണ്ട്. ഓരോ കള്ളിയിലും ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് പ്രായമായ ആൾക്കാർക്കാണെങ്കിൽ സാധാരണ ഡോർമെറ്ററി സിസ്റ്റത്തിൽ ബെഡിൽ കയറാൻ പാടല്ലേ. ഇതോടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിൽ കയറാം. കേറിയോ. ഇവിടെ ഒരു കള്ളി ബെഡ് ഉണ്ട്, അതിൽ ഫാൻ അറ്റാച്ച് ആണ്. പിന്നെ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഈ ഡോർമെറ്ററി എടുക്കുകയാണെങ്കിൽ ലോ ബഡ്ജറ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കിത് കൊടുക്കാൻ പറ്റും. അത് നമ്മുടെ ശബരിമല ഫോറസ്റ്റിന്റെ ഭാഗമാണ്. ഈ എരുമേലിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുന്ന ഒരു വനപാതയുണ്ട്, പരമ്പരാഗത പാത. അത് അതിന്റെ മിഡിൽ ഭാഗത്തൂടെയാണ് കാളകെട്ടി കേട്ടിട്ടില്ലേ? കാളകെട്ടി, കല്ലിടാങ്കുന്ന, അഴുത അങ്ങനെ പോകുന്ന പരമ്പരാഗത പാതയാണ്.
ഇത് ചെമ്പരത്തി അല്ലേ റൂം? അതെ. ഈ മൺവീട്ടിലെ ഓരോ റൂമും തിരിച്ചറിയാൻ വേണ്ടി ഓരോ പേരിട്ടിട്ടുണ്ട്. ചെമ്പരത്തി, മുല്ല, തുളസി, അങ്ങനെയാണ് പേരിട്ടേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ റൂമിലെ വിശേഷങ്ങളൊന്നും കാണാം. ചെമ്പരത്തിയിലെ ഇവിടെയും സ്റ്റെപ്പ് തടി തന്നെയാണ്. തടി തന്നെയാണ് സ്റ്റെപ്പ്. കയറിയോ? ഇത് മൺവീട്ടിലെ റൂമാണിത്. AC ഉണ്ട് അല്ലേ? ഒരു AC ഉണ്ട്. പിന്നെ 3 പേർക്ക് ഈ റൂമിൽ കിടക്കാൻ പറ്റും. ഒരു ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡും ഉണ്ട്. ഇത് അറ്റാച്ച് ബാത്റൂമാണ്. ഇത് കണ്ടോ, മൺവീടിന്റെ ആ ഒരു സംഭവം ആയിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. ഇത് ഫുള്ള് പ്രോസസിങ് അല്ല, ഫുള്ള് മണ്ണയിലാണ് ചെയ്തേക്കുന്നത്. സാർ എല്ലാ റൂമിലും AC ഉണ്ടോ? ഇല്ല, എല്ലാ റൂമിലില്ല. ഈ ഒരു റൂമിൽ നമ്മൾ വെച്ച AC ആവശ്യമില്ല. ഇവിടെ നല്ല കൂളിംഗ് ഉണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ഇത് പിന്നെ ഒരു റൂമിൽ AC വെച്ചത് മാത്രമേ ഉള്ളൂ. ബാക്കി റൂമൊക്കെ നോൺ AC ആണ്. ഇതുവഴി ഒരു വഴിയുണ്ട്. അതെ, അവിടെ ഇരിക്കല്ലേ നമുക്ക്? ബിജു, ഇത് നമ്മളെ വെഡിങ് ഫോട്ടോഷൂട്ടിന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അവർക്കൊരു 10-45 ഫാമിലി ഗ്രൂപ്പായിട്ടൊക്കെ വന്നാല് സ്റ്റെപ്പായിട്ട് നമ്മൾ സ്റ്റോണിൽ ചെയ്തേക്കാണ്. ഇവിടെ 2 വർഷമായിട്ട് നമ്മൾ വെച്ചൊരു മാവാണിത്. ഇപ്പൊ നല്ല വെയിലുള്ള സമയമല്ലേ, ഇവിടെ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നില്ലേ? അപ്പൊ ഇങ്ങനെ ആൾക്കാർക്ക് ഈ സ്റ്റെപ്പിൽ ഇരിക്കുകയും ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടി മാത്രം നമ്മൾ സെറ്റ് ചെയ്യും. ഞാൻ വിചാരിച്ചു വെള്ളച്ചാട്ടത്തിന് വേണ്ടി. നല്ല ഒരു 10-45 പേര് വന്നാൽ ഇങ്ങനെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇവിടത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനൊരു അതിനുവേണ്ടി സെറ്റ് ചെയ്തേക്കുന്ന ഒരു സംഭവം. അതുപോലെ ഈ മാവ് കണ്ടില്ലേ, നമുക്കൊരു 2-3 വർഷമായുള്ളൂ ഈ മാവ് വെച്ചിട്ട്. അപ്പൊ ഈ ഒരു ഇപ്പൊ സമയത്തിന് 10-11 മണി ആയിട്ടില്ലേ? ഈ 11 മണി ആയപ്പോഴത്തേക്ക് ഇവിടെ അല്ലെങ്കിൽ ഭയങ്കര വെയിൽ വരണ്ടാവും. അപ്പൊ ഇവിടെ നല്ല കുളിർമയല്ലേ? അപ്പൊ ഞാനും എന്തായാലും ആ കല്ലിൽ പോയി ഒന്ന് ഇരിക്കട്ടെ, കാരണം നല്ല ചൂടാണ്. ഇനി കല്ലിന് ചൂടുണ്ടോന്ന് അറിയില്ല. ഇല്ല, കല്ലിന് ചൂടില്ല. കഴിഞ്ഞാല് ഒന്നാമത് കല്ല് നല്ല കൂളിംഗ് ആണ്. അതെ, ഈ 2 മരങ്ങൾ 2 മാവ് വെച്ചേക്കുന്നുണ്ടോ? ഒരു 3 വർഷമായിട്ട് വെച്ച മാവാണ്. ഈ മാവ് ഒരു കുറച്ചുകൂടി വളർന്നു കഴിയുമ്പോൾ ഏകദേശം ഈ ഗ്രൗണ്ട് മുഴുവൻ തണലാവും. ഇപ്പൊ തന്നെ 10-12 മണിയൊക്കെ നല്ല വെയിലിന്റെ സമയം. നമ്മൾ ഇവിടുന്നിട്ട് നമുക്ക് വെയിൽ അനുഭവപ്പെടുന്നില്ലല്ലോ. അതുപോലെ വെഡിങ് ഫോട്ടോഷൂട്ടിന് ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട്. ഈ ഗ്രൂപ്പായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ 10-45 പേർക്ക് ഇരിക്കാവുന്ന ഓരോ കല്ലായിട്ടും നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. തണുപ്പുണ്ട് ഇവിടെ, തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. നമ്മൾ പിന്നെ ഇത്രയും കൂടെ ഈ വർക്ക് ഇങ്ങനെ ക്യാമറ എടുക്കണോണ്ടാണ് ഈ ഇങ്ങനെ വിയർക്കുന്നത്. ഇത് ഓരോ കല്ലിലും ഓരോരുത്തർക്ക് ഇരിക്കാവുന്ന രീതിയിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തേക്കാണ്. ഇങ്ങനെ അവിടെ എല്ലാം കല്ലിട്ടേക്കാണ്. നാച്ചുറൽ ഒരു സംഭവമാണല്ലോ, വേറെ നമ്മള് സാധനം സെറ്റ് ചെയ്യാതെ. ഇത് നമ്മളിവിടെ ഫംഗ്ഷനോ പ്രോഗ്രാം ഒക്കെ വരുവാണെങ്കിൽ കുറെ ഒരു 50-100 പേര് വന്നാൽ വെളിയിലൊക്കെ ഫുഡ് കഴിക്കാനും ഒക്കെ ഇറങ്ങി ഇരിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സംവിധാനം സെറ്റ് ചെയ്താണ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ കൂടി കാണിക്കാം. ഇപ്പം ഇവിടെ ശരിക്കും നല്ല തണുപ്പില്ലേ ഈ നേരത്തെ കയറി വന്നാൽ? ഇതാണ് നമ്മുടെ പഴയ കാലത്ത് ഒരു പ്ലാസ്റ്റിക് കട്ടില്. ഇതൊരു ഹട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിന്റെ മുകളിൽ 3 പേർക്ക് കിടക്കാവുന്ന ഒരു റൂമുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഡ്രൈവേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഗസ്റ്റിനെയും കൂടി വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നതാണ് ഈ ഒരു റൂം. മുകളിലോട്ട് പോയിട്ട് കാണിക്കുന്നില്ല, അവിടെ ഇപ്പോൾ ഒരാളുണ്ട്, പുള്ളി കിടന്ന് ഉറങ്ങുകയാണ്. എന്നാലും അങ്ങോട്ടേക്ക് പോകുന്നില്ല. 10-50 അതിലധികം ആൾക്കാർ വന്നാലും അവർക്ക് വെളിയിലിരുന്ന് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ യൂസ് ചെയ്യാം. ുള്ള ഒരു ഹട്ടാണ് ഇത്. ഇതിനകത്തും പറഞ്ഞത് നല്ല കൂളിംഗ് ആണ്. റൂഫ് വർക്ക് ചെയ്തേക്കുന്ന ഓടാണ് ഇത്. ഇതിനകത്ത് കയറി വന്നാൽ ഒരു 3 പേർക്ക് കിടക്കാനുള്ള സൗകര്യം, 2 ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ സറൗണ്ട്സ് മുഴുവൻ നമ്മൾ തടി കൊണ്ടാണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ മുകളിലൊരു റെസ്റ്റ് ഹൗസ് കൂടെ ഉണ്ട്, അതുകൂടി നമുക്ക് കാണാം. കയറി വരൂ, സൂക്ഷിച്ചു കയറണം കേട്ടോ. ഇത് നമ്മളിവിടെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചൂരൽ കൊണ്ടുള്ള ഒരു സംഭവം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ സൈറ്റ് സീനൊക്കെ കാണാൻ പറ്റും, കാറ്റ് കിട്ടും. ഈ മരങ്ങളൊക്കെ നിൽക്കുന്നോണ്ടാണ് കേട്ടോ ഇവിടെയും ചൂടില്ല. ചൂടില്ല. ഇപ്പൊ ഇത്രയും നല്ല വെയിലത്ത് നമ്മൾ മുകളിൽ കയറി ഇരുന്നിട്ട് ചൂടില്ലല്ലോ. ഇത് നമ്മുടെ വേറെ ഒരു ഡോർമെട്രി റൂമാണ്. ശരിയോ? ഇതിനകത്ത് നമുക്കൊരു 8 പേർക്ക് ഒരേ സമയം ഉപയോഗിക്കാവുന്ന ഒരു സിസ്റ്റത്തിലാണ് ബെഡൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഫാനും ലൈറ്റും എല്ലാം ഉണ്ട്. ഇതിന് അറ്റാച്ച് ബാത്റൂം കൂടിയുണ്ട്. ഇത് കൂടാതെ ഈ റൂം യൂസ് ചെയ്യുന്നവർക്ക് ഇതിന്റെ വെളിയിലായിട്ടൊരു 3 ബാത്റൂം, അറ്റാച്ച് ബാത്റൂം ഔട്ട്സൈഡ് ഉണ്ട്.
ഇത് നമുക്കിനകത്ത് 4 റൂംസ് ഉണ്ട്, ഡൈനിങ് ഹാൾ ഉണ്ട്, 8 വാട്ട് ഓപ്ഷൻ ഉണ്ട്, എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള സൗകര്യമുള്ള 4 റൂംസ് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് AC റൂം ഉൾപ്പെടെ സംഭവം. 4 റൂംസിൽ AC ഉണ്ടോ? ഇല്ല, ഇതിനകത്ത് 4 റൂമിൽ 3 റൂം AC, 1 നോൺ AC ആണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് വരുന്നത് ശബരിമല പോകുന്ന ആൾക്കാരും അല്ലെ, ഗവിയിലേക്ക് പോകുന്ന ആൾക്കാരുമാണ് മെയിനായിട്ട് വരുന്നത്. അപ്പൊ ഗവിയിലെ പാക്കേജ് ഒക്കെ എങ്ങനെ ഇവിടെ ചെയ്ത് കൊടുക്കും? നമ്മൾ ഇവിടുന്ന് ഗവിയിലേക്ക് ഒരു സ്പെഷ്യൽ പാക്കേജ് ചെയ്യുന്നുണ്ട്. 10 പേരടങ്ങിയ ഗ്രൂപ്പോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ഇവിടുന്ന് വണ്ടിയും പിന്നെ പൊതിച്ചോറും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും എല്ലാം കൂടി ഇൻക്ലൂഡിങ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ട്രാവലറൊക്കെ ആണെങ്കിൽ 28 സീറ്റിന്റെ വണ്ടി വരെ പോവുള്ളൂ. വലിയ ബസ്സിനൊന്നും അങ്ങോട്ട് പെർമിഷൻ ഇല്ല. നമ്മൾ അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് അവരുടെ ടിക്കറ്റ് ഉൾപ്പെടെ ഒരു ടിക്കറ്റ് ഗവിയിൽ പോകുന്നതിന് 80 രൂപയാണ് ചാർജ്. അത് നമ്മൾ ഓൺലൈൻ വഴി നമ്മൾ ബുക്ക് ചെയ്ത് അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ വണ്ടിയും കൊണ്ട് വരുവാണെങ്കിൽ അവരുടെ വണ്ടിയിൽ തന്നെ ഗവിയിൽ പോകാം, എല്ലാ വണ്ടിയിലും ഗവിയിൽ പോകാം. പിന്നെ അവർ വണ്ടി ഇല്ലാതെ ബസ്സിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാണ് ഇവിടെ വരുന്നെങ്കിൽ ഇവിടെ നമ്മൾ ഗവിയിലേക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോകുന്നവർക്ക് അവിടെ ഫുഡ് കിട്ടാനൊക്കെ ഉച്ച സമയത്ത് അല്പം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മുൻകൂട്ടി അറിയിക്കേണ്ടതുകൊണ്ട് അത് പാഴ്സലായിട്ട് നമ്മൾ പൊതിച്ചോറും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു വിടുന്നുണ്ട്. അപ്പൊ രാവിലെ ഗവി വരുന്ന പാർട്ടിക്ക് നൈറ്റ് ഡിന്നർ, രാവിലെ ബെഡ് കോഫി, ബ്രേക്ക്ഫാസ്റ്റ്, അതിന്റെ പൊതിച്ചോറ്, ഇത്ര സ്ഥലമായിട്ട് നമ്മൾ കൊടുത്തു. അപ്പൊ ഈ ശബരിമല പാക്കേജ് എങ്ങനെയാണ്? ഇപ്പം നമ്മൾ മെയിനായിട്ടും ഇന്ത്യയിൽ നിന്നും 3 സ്റ്റേറ്റിൽ നിന്നാണ് ആൾക്കാർ കൂടുതലായിട്ട് വരുന്നത്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര. അവർ ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ ഒരു 70ഓളം പേര് വന്നാലും താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഫ്രഷപ്പ് ഉണ്ട്, പിന്നെ അവർക്ക് ഫുഡ് വെച്ച് കഴിക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഫുഡ് നമ്മൾ കൂട്ടി ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇനി ഫാമിലി ആയിട്ടൊക്കെ ശബരിമലയ്ക്ക് വരുന്നവർ വരുവാണെങ്കിൽ, ലേഡീസ് ഒക്കെ വരുവാണെങ്കിൽ അവർക്ക് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് അയ്യപ്പന്മാർ പോയി ദർശനം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ട് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് വളരെ നല്ലൊരു കാര്യമാണ്. കാര്യം ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് ലേഡീസിനൊക്കെ പമ്പ വരെ അലോഡുള്ളൂ. അവർക്ക് അവിടെ പോയി കാണിച്ചിട്ട് തിരിച്ചു വന്നാണേലും സ്റ്റേ ചെയ്തിട്ട് തിരിച്ചു പോകാൻ പറ്റും. സാർ, നമ്മൾ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് റൂംസും എല്ലാം കണ്ടു. ഇനി നമുക്ക് ഇതിന്റെ താരിഫാണ് അറിയേണ്ടത്. എങ്ങനെയാണ് ഇത്? AC റൂമിന് നമ്മൾ 2200 രൂപയും നോൺ ACക്ക് 1500. അത് കൂടാതെ 8 പേർക്ക് വീതം കിടക്കാവുന്ന 2 ഡോർമെട്രി സിസ്റ്റം ഉണ്ട്. അത് ഒരാൾക്ക് വെച്ച് ആണെങ്കിൽ 500 രൂപ വെച്ചാവും. ഇനി 8 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ആ ഡോർമെട്രിക്ക് 4000 രൂപയാണ് ഈടാക്കുന്നത്. അതാണ് റേറ്റ്. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെയാണോ? ഇല്ലില്ല, വിത്തൗട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ലഞ്ച്, ഡിന്നർ, എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ശബരിമലയിൽ വരുന്ന തീർത്ഥാടകർക്കും അതുപോലെ തന്നെ ഗവിയിൽ പോകുന്ന വിനോദസഞ്ചാരികൾക്കും എല്ലാം വന്ന് താമസിക്കാൻ പറ്റുന്ന എരുമേലിക്കടുത്തുള്ള മുട്ടപ്പള്ളി എന്ന സ്ഥലത്തുള്ള വൈൽഡ് മിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു ഹോം സ്റ്റേ ചൂസ് ചെയ്യാവുന്നതാണ്.